ഇനി ആരും റഷ്യയെ ഒരു ചെറു വിരൽ കൊണ്ടുപോലും തൊടില്ല. ശത്രുക്കളുടെ ഉറക്കം കെട്ടാൻ റഷ്യയുടെ പുതിയ നീക്കം. ഈ ക്രിസ്മസിന് എന്ത് ഗിഫ്റ്റ് ചെയ്യും? മൈജിയിലുണ്ടല്ലോ എല്ലാം. ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, സ്മോൾ അപ്ലയൻസസ്, ഗ്ലാസ് ആൻഡ് ക്രോക്കറി, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ഡിജിറ്റൽ ആക്സസറീസ്, കൂടുതൽ ഓഫറുകൾ, കുറഞ്ഞ EMI. നേരെ മൈജിയിലേക്ക് പോയപ്പോരെ. ആധുനിക വ്യോമ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും വിനാശകാരിയായ യുദ്ധവിമാനെന്ന് ലോകം വിശേഷിപ്പിക്കുന്ന Su-57 കൂടുതൽ മാരകമായ രൂപത്തിലേക്ക് പരിണമിക്കുകയാണ്. ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്ന ഈ 5ാം തലമുറ സ്റ്റെൽത്ത് പോരാളിയുടെ കരുത്ത് ഇരട്ടിയാക്കാൻ പോകുന്ന പുതിയ പരീക്ഷണങ്ങൾ ആരംഭിച്ചു. ലോകം വീണ്ടും റഷ്യൻ സാങ്കേതികതയുടെ മുന്നിൽ അമ്പരന്നു നിൽക്കുകയാണ്. ആകാശത്തെ റഡാർ കണ്ണുകൾക്ക് പോലും കണ്ടെത്താനാകാത്ത വിധം അദൃശ്യനായി വന്ന് മിന്നൽ വേഗത്തിൽ ശത്രുപാളയത്തെ ചുട്ടുചാമ്പലാക്കാൻ ശേഷിയുള്ള Su-57ന്റെ ഈ പരിണാമം ആഗോള സൈനിക ശക്തികളുടെ സമവാക്യങ്ങൾ തന്നെ തകിടം മറിക്കാൻ പോകുന്നതാണ്. കേവലം ഒരു പരീക്ഷണം എന്നതിലുപരി റഷ്യയുടെ വ്യോമ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു പുതിയ അധ്യായത്തിനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. വിമാനത്തിന്റെ പ്രവർത്തനക്ഷമതയും വേഗതയും ഇരട്ടിപ്പിക്കുന്ന പുതിയ എഞ്ചിന്റെ ഫ്ലൈറ്റ് ടെസ്റ്റ് ആരംഭിച്ചതായി റഷ്യൻ സ്റ്റേറ്റ് കോർപ്പറേഷനായ റോസ്റ്റേക്കുകൾ അറിയിച്ചു. യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനിലെയും യുണൈറ്റഡ് എഞ്ചിൻ കോർപ്പറേഷനിലെയും പ്രതിഭകളായ സ്പെഷ്യലിസ്റ്റുകൾ സംയുക്തമായി രൂപപ്പെടുത്തിയ ഈ എഞ്ചിൻ റഷ്യയുടെ വ്യോമ പ്രതിരോധം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാങ്കേതിക മുന്നേറ്റമായാണ് കരുതപ്പെടുന്നത്. റഷ്യയുടെ ആകാശ മേധാവിത്വം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ പരീക്ഷണം വെറും ഒരു സാങ്കേതിക മാറ്റമല്ല, മറിച്ച് ശത്രുക്കളുടെ റഡാർ കണ്ണുകളെ വെട്ടിച്ച് മിന്നൽ വേഗത്തിൽ ആക്രമണം നടത്താനുള്ള Su-57ന്റെ ശേഷിയെ പുതിയ തലത്തിലേക്ക് ഉയർത്തുന്ന നീക്കമാണ്. പ്രൊഡക്ട് 177 ആണ് ഈ അത്യാധുനിക എഞ്ചിൻ വിമാനത്തിന് നൽകുന്ന കരുത്ത്. ആഗോളതലത്തിൽ തന്നെ നിലവിലുള്ള മറ്റേതൊരു യുദ്ധവിമാനത്തോടും കിടപിടിക്കുന്നതാണ്. വരും വർഷങ്ങളിൽ റഷ്യൻ വ്യോമസേനയുടെ നട്ടെല്ലായി മാറാൻ പോകുന്ന Su-57 വിമാനങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഈ എഞ്ചിൻ പരീക്ഷണങ്ങൾ വലിയ പങ്കുവഹിക്കുമെന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. റഷ്യയിലെ ഓൺറൈഡ് ടെസ്റ്റ് പൈലറ്റായ റോമൻ കോൺട്രാക്റ്റീവ് ആണ് പുതിയ എഞ്ചിൻ ഘടിപ്പിച്ച Su-57 വിമാനം പറത്തിയത്. പരീക്ഷണ പറക്കൽ മുൻകൂട്ടി നിശ്ചയിച്ച പദ്ധതി പ്രകാരം തന്നെ പുരോഗമിച്ചതായും എഞ്ചിന്റെ അടിസ്ഥാന പ്രകടനം കാഴ്ചവെച്ചതായും റോസ്റ്റെക് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇത്തരം ഫ്ലൈറ്റ് ടെസ്റ്റുകൾ ലാബ് പരിശോധനകളിൽ നിന്നും യഥാർത്ഥ യുദ്ധവിമാന സാഹചര്യങ്ങളിലേക്കുള്ള നിർണായക മാറ്റമാണെന്നാണ് സൈനിക വ്യോമയാന രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പ്രൊഡക്ട് 177 എന്ന പേരിലും അറിയപ്പെടുന്ന ഈ പുതിയ എഞ്ചിൻ മുൻ തലമുറയുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ ത്രസ്റ്റ് എന്ന പ്രാപ്തമാണെന്ന് റോസ്റ്റെക് വ്യക്തമാക്കുന്നു. വർദ്ധിച്ച ട്രസ്റ്റ് വിമാനത്തിന്റെ വേഗത, ഉയരത്തിൽ പ്രവർത്തിക്കാനുള്ള കഴിവ്, കൂടാതെ ഭാരവാഹക ശേഷി എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിക്കും. അതോടൊപ്പം ഇന്ധനക്ഷമതയും പരിപാലന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്ന തരത്തിലാണ് എഞ്ചിൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് Su-57 പദ്ധതിയുടെ ദീർഘകാല കാര്യക്ഷമതയ്ക്ക് നിർണായകമായ ഘടകമാണെന്ന് വിലയിരുത്തപ്പെടുന്നത്. വൈവിധ്യമാർന്ന ക്രമീകരണങ്ങൾ നിർവഹിക്കുന്നതിനായി പ്രവർത്തനക്ഷമമാക്കിയ ലയൺ റോൾ ഫ്രണ്ട് കോമ്പാക്ട് വിമാനമാണ് Su-57. വ്യോമ ലക്ഷ്യങ്ങളെ നേരിടുന്നതിന് പുറമെ കരയിലെയും സമുദ്രത്തിലെയും ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഇതിന് കഴിവുണ്ട്. പ്രതികൂല കാലാവസ്ഥയിലും ഇലക്ട്രോണിക് ജാമിങ്ങിലും സങ്കീർണമായ യുദ്ധ പരിസരങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് വിമാനത്തിന്റെ സിസ്റ്റങ്ങൾ വികസിപ്പിച്ചിരിക്കുന്നത്. Su-57ന്റെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് അതിന്റെ താഴ്ന്ന നിരീക്ഷണക്ഷമതയുള്ള സംവിധാനം. ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ സാന്നിധ്യം പോലും ശത്രു പ്രദേശങ്ങളിൽ കടന്ന് ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന തരത്തിലാണ് വിമാനത്തിന്റെ ഘടനയും സാങ്കേതിക സംവിധാനങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. പുതിയ എഞ്ചിൻ ഈ സവിശേഷതകളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ദീർഘദൂരം പറക്കാനുള്ള ശേഷിയും യുദ്ധ സാഹചര്യങ്ങളുടെ പ്രതികരണവും വർദ്ധിപ്പിക്കുന്നു. പുതിയ എഞ്ചിൻ ഫ്ലൈറ്റ് ടെസ്റ്റുകൾ വിജയകരമായ പക്ഷം Su-57 പദ്ധതിക്ക് അതൊരു നിർണായക വഴിത്തിരിവായിരിക്കും. റഷ്യയുടെ വ്യോമസേനയുടെ ആധുനികവൽക്കരണത്തിൽ Su-57ന് വലിയ പങ്കുണ്ട്. ഈ എഞ്ചിൻ പരീക്ഷണങ്ങൾ വിജയകരമാകുന്നത് രാജ്യത്തിന്റെ സൈനിക വ്യോമശേഷി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ആഗോള പ്രതിരോധ വിപണിയിൽ റഷ്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്താനും സഹായിക്കുമെന്നതാണ് വിലയിരുത്തലാണ് നിലവിലുള്ളത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.